ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡു ടിപ്സ് ആൻഡ് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ OET ലിസണിംഗ് പാർട്ടിനെ കുറിച്ചാണ്. എന്താണ് OET എന്നും റീഡിംഗ് പാർട്ടിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ OET ലിസണിംഗ് പാർട്ടിനെ കുറിച്ചാണ്. ലിസണിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരേണ്ടത് നമ്മളിവിടെ ഓഡിയോസ് ആണ് കേൾക്കുന്നത്. ഓഡിയോസ് കേട്ടിട്ട് ആൻസർ എന്താണെന്ന് നമ്മൾ സ്പീഡിൽ അറ്റൻഡ് ചെയ്യണം. അതാണ് ലിസണിംഗ് പാർട്ട്. നമുക്ക് ലിസണിംഗ് പാർട്ടിൽ ടോട്ടൽ 45 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. 45 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ലിസണിംഗ് പാർട്സിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. 45 മിനിറ്റ്സിൽ നമ്മൾ 42 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ കേൾക്കുന്ന ഓഡിയോസ് എല്ലാം ഹെൽത്ത് പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും. അതായത് ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ടും കേൾക്കേണ്ടത്. ലിസണിംഗ് പാർട്ടിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യനെ നമുക്ക് ജസ്റ്റ് 30 സെക്കൻഡ്സ് കിട്ടും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് വായിച്ച് കീവേഡ്സ് ഒക്കെ ഉണ്ടോ ഒന്ന് പെട്ടെന്ന് അണ്ടർലൈൻ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് വോയിസ് ക്ലിപ്പ് കേൾക്കാം. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ പ്രാവശ്യമേ കേൾക്കാൻ പറ്റൂ. നമ്മൾ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എഴുതണം. കണ്ടിന്യൂസ് പ്രാക്ടീസ് മൂലം നമുക്കിത് പെട്ടെന്ന് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ് നമുക്ക് ലിസണിംഗ് പാർട്ട് എ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാർട്ട് എയിൽ 2 എക്സ്ട്രാക്റ്റുകളാണുള്ളത്. ഒരു എക്സ്ട്രാക്റ്റിൽ നിന്ന് നമുക്ക് 12 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ ലിസണിംഗ് പാർട്ട് എയിൽ നമുക്ക് 24 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഈ 2 എക്സ്ട്രാക്റ്റുകളും 2 സെപ്പറേറ്റ് ഓഡിയോസ് ആണ് നമ്മൾ കേൾക്കുന്നത്. പാർട്ട് എ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ 15 മിനിറ്റ് കിട്ടും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ എക്സ്ട്രാക്റ്റ് മാറുമ്പോഴും ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ കിട്ടും. ഈ 2 എക്സ്ട്രാക്റ്റുകളിൽ നമ്മൾ 2 വ്യത്യസ്തമായ കോൺവെർസേഷൻസ് ആയിരിക്കും കേൾക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു റിലേഷനും കാണത്തില്ല ഈ പാർട്ട് എയിലെ 2 എക്സ്ട്രാക്റ്റുകളും തമ്മിൽ. നമ്മൾ ഈ കേൾക്കുന്ന ഓഡിയോസ് ഒരു പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ളൊരു കോൺവെർസേഷനൊക്കെ ആകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ നമ്മൾ നഴ്സിംഗ് കെയർ പ്ലാനിൽ എഴുതുന്ന പോലെ തന്നെ എന്താണ് ഫസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെന്താണ് സർജിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓർഡറിലായിരിക്കും ഇവരുടെ കോൺവെർസേഷൻ പോകുന്നത്. പാർട്ട് എയിൽ നമുക്കൊരു ഗ്യാപ്പ് ഫില്ലിംഗ് മെത്തേഡാണ്. നമുക്ക് വേർഡ്സോ ഷോർട്ട് ഫ്രേസസോ യൂസ് ചെയ്ത് നമുക്കിവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ തരുന്ന ക്വസ്റ്റ്യൻ നമ്മളൊന്ന് വായിച്ച് നമ്മൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കണം എന്തിനെ കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ വേർഡ്സോ അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസോ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്നതായിരിക്കും. ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും, അതോ എന്തിൻ്റെയെങ്കിലും വാല്യൂസ് ആയിരിക്കും, നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഏതൊക്കെ ഓഡിയോസ് ആണ് കേൾക്കുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് മെഡിക്കൽ ഹിസ്റ്ററി ആയിരിക്കും. അതായത് ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ മെഡിക്കൽ ഹിസ്റ്ററി ആയിരിക്കും കേൾക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൺസൾട്ടേഷൻ്റെ ഒരു വോയിസ് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ പേഷ്യൻ്റ് തൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓഡിയോസ് നമുക്ക് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓഡിയോസ് ഒക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് കേൾക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്ത് ലിസണിങ്ങിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് നമുക്കൊരു 30 സെക്കൻഡ്സോളം ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാൻ കിട്ടും. ആ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം കീവേഡ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഏതായിരിക്കും ആൻസർ നമ്മൾ തന്നെ ഒന്ന് അസ്യൂം ചെയ്ത്, ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആണോ ഇവിടെ വരുന്നത് എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് അസ്യൂം ചെയ്ത് നമ്മളിവിടെ ഒരു പ്രെഡിക്റ്റ് ചെയ്യണം ആൻസർ ഇതായിരിക്കും. അന്നേരം നമുക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് അവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലിസണിങ്ങിൽ നല്ല കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ മെഡിക്കൽ പോഡ്കാസ്റ്റുകൾ കേൾക്കണം. അത് നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയി കിട്ടും. ഈ മെഡിക്കൽ പോഡ്കാസ്റ്റ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പീഡിലൊന്ന് എഴുതാനും പ്രാക്ടീസ് ചെയ്യണം. അന്നേരം നമുക്ക് ലിസണിങ്ങിൽ നന്നായിട്ട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലിസണിങ്ങിൽ നമുക്ക് നല്ല കേൾക്കുമ്പോൾ ഉള്ള ലിസണിങ് കപ്പാസിറ്റി നല്ലത് വേണം, റീഡിങ് കപ്പാസിറ്റി വേണം. അങ്ങനെ എല്ലാം കൂടെ ഒരു ഇൻവോൾവ് ചെയ്തെയാണ് ഈ OET ലിസണിങ്. ഇന്ന് നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്തത് ലിസണിങ് പാർട്ട് എ എന്താണെന്നാണ്. ലിസണിങ്ങിൽ നമുക്ക് ടോട്ടൽ 45 മിനിറ്റ്സ് ഉണ്ട്. അതിൽ നമുക്കൊരു 42 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പാർട്ട് എയിൽ നമുക്ക് 2 എക്സ്ട്രാക്റ്റിൽ കൂടി 12 ക്വസ്റ്റ്യൻസ് വെച്ച് ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് നമ്മൾ 15 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം.
ഇത്രയാണ് നമുക്ക് ലിസണിങ് പാർട്ടിനെ കുറിച്ച് മെയിനായിട്ട് പറയുള്ളത്. പിന്നെ ഈ ടിപ്സ് മെഡിക്കൽ പോഡ്കാസ്റ്റ് ഒക്കെ നിങ്ങൾ ഒരുപാട് കേൾക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് ചാനൽസ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കേൾക്കണം. ഇതൊക്കെ നമ്മുടെ ലിസണിങ് എബിലിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, നല്ല സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.